നമുക്ക് കോട്ടയത്തേക്ക് പോവാം. കോട്ടയം കുറുപ്പംതറയിൽ കാർ വെള്ളത്തിൽ വീണു. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള യാത്രയ്ക്കിടെ വളവ് തിരിയുമ്പോഴാണ് അപകടമുണ്ടായത്. കോട്ടയത്ത് തന്നെ മുമ്പും സമാനമായ ഒരു അപകടമുണ്ടായതാണ്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള യാത്രയ്ക്കിടെ വെള്ളക്കെട്ട്, അന്ന് വെള്ളപ്പൊക്ക സമയത്ത് കാറ് വീണ് ഒരു വലിയ അപകട സാധ്യതയാണ് അന്ന് ഒഴിവായത്. സമാനമായ മറ്റൊരു സംഭവം കൂടിയാണ് ഉണ്ടാവുന്നത്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള യാത്രയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. കാർ ഇപ്പോഴും വെള്ളത്തിന് അടിയിലാണ്. അത് ഉയർത്താനുള്ള ശ്രമമാണ് തുടരുന്നത്. ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഇത് എപ്പോഴായിരുന്നു അപകടം? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സജിത്ത്, പുലർച്ചെ 4 മണിയോടുകൂടി ഉണ്ടായ അപകടമാണ് ഇത്. അതായത് ഹൈദരാബാദ് സ്വദേശികളായ 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർക്ക് ആർക്കും തന്നെ പരിക്കില്ല, യാതൊരു തരത്തിലുള്ള പരിക്കുമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം ആദ്യം തന്നെ പറയാനുള്ളത്. ഇവർ മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയാണ് ഈ തോട്ടിൽ വീണത്. സജിത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 വർഷം മുമ്പാണ്, അത് കോട്ടയം ടൗണിനോട് ചേർന്ന് പാറേച്ചാലായിരുന്നു ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടു പോവുകയും അത് തൊട്ടടുത്ത തോട്ടിലേക്ക് വീഴുകയും ചെയ്യുന്ന സാഹചര്യം വന്നത്. ഇത് കുറുപ്പന്തറ വളവാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം ഗൂഗിൾ മാപ്പിന്റെ മാത്രം പ്രശ്നമല്ല. ഇവിടെ ഈ ആലപ്പുഴയ്ക്കൊരു വഴിയുണ്ട്. ആലപ്പുഴയ്ക്കൊരു വഴി ഇടയ്ക്ക് തിരിയേണ്ടതുണ്ട്. പക്ഷെ അവിടെ തിരിയുന്നിടത്ത് കൃത്യമായ സൈൻ ബോർഡുകളില്ല. ഗൂഗിൾ മാപ്പും അവിടെ റീറൂട്ട് കാണിക്കാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടാകാറുണ്ട് എന്നാണ് നാട്ടുകാർ പരാതി പറയാറുള്ളത്. നേരത്തെയും ഇവിടെ പലതവണ വാഹനങ്ങൾ ഈ തോട്ടിൽ വീണിട്ടുള്ളതാണ്. ഏതാണ്ട് 10ഓളം തവണ വാഹനം വീണിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇന്നലെ ഈ ഒരു അപകടത്തിലും ആർക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. നിലവിൽ ഈ തോട്ടിലേക്ക് വീണ ശേഷം ഈ കാർ ഏതാണ്ട് 100 മീറ്ററോളം, അതായത് വെള്ളം അല്പം ഉയർന്നു കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. 100 മീറ്ററോളം ഇത് കാർ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫോർഡിന്റെ എൻഡവർ എന്ന കാറാണ്, അല്പം വലിയ വാഹനമാണ്. പക്ഷെ അതിനിടെയാണ് ഈ ഒരു വളവും ഇവിടുത്തെ സൈൻ ബോർഡ് ഇല്ലായ്മയും ഇതെല്ലാം കൂടെ പ്രതിസന്ധി ആയിക്കൊണ്ട്, പ്രത്യേകിച്ച് ഈ നാട്ടിൽ പരിചയമുള്ളവരല്ല, മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ളവർ കൂടിയാണ്. ഇവിടെ തന്നെ ഈ മേഖലയിലുള്ള കേരളക്കാരായിട്ടുള്ള ആളുകൾ തന്നെ പലതവണ വീണിട്ടുള്ള ഒരു തോടുകൂടിയാണ് ഇത്. പക്ഷേ അധികൃതരുടെ ഒരു അനാസ്ഥ, കൃത്യമായ സൈൻ ബോർഡ് കൃത്യമായി വെക്കാത്ത ഒരു അനാസ്ഥയ്ക്കെതിരെയും ഇപ്പോൾ വിമർശനം ഉയരുന്നുണ്ട്. ശ്രീജിത്താണ് നൽകിയത്. കുറുപ്പന്തറയിലാണ് ഈ ഗൂഗിൾ മാപ്പ് ചതിച്ച് ഇത്തരമൊരു അപകടമുണ്ടാവുന്നത്. സ്വാഭാവികമായ ഒരു അപകട മേഖലയാണ്. അവിടെയാണ് ഇന്ന് ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് അന്യസംസ്ഥാന ആളുകളാണ്, സ്ഥലം പരിചയമില്ലാത്തവരാണ്, അവരാണ് ഇത്തരം അപകടപ്പെട്ടത്. എന്തായാലും മഴക്കാലമാണ്, പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവും. നമുക്ക് പരിചിതമായ വഴികളിൽ പോലും വെള്ളം കയറിക്കിടക്കാനും അപകട സാധ്യത ഏറാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് പോലെയുള്ള സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കുക. നമുക്ക് പരിചയമില്ലാത്ത റോഡുകൾ കഴിവതും ഒഴിവാക്കുക എന്നത് തന്നെയാണ് നമുക്ക് ഇക്കാര്യത്തിൽ നൽകാൻ കഴിയുന്ന മുന്നറിയിപ്പ്. അതാണ് കുറുപ്പന്തറയിലെ ഈ അപകടം നൽകുന്ന സൂചന. ശ്രീജിത്ത്, ഈ കാർ ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏതു തരത്തിലാണ് അവിടെ നടക്കുന്നത്? എനിക്ക് തോന്നുന്നു കൂടുതൽ ആധുനിക സംവിധാനങ്ങളൊക്കെ വരേണ്ടി വരുമെന്ന് തോന്നുന്നു, അല്ലേ? സജിത്ത്, ഇപ്പോൾ അവിടെ ഈ കാറ് കെട്ടിവലിച്ച് കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി അവിടെ നിന്ന് ഉയർത്താനുള്ള ശ്രമമാണ് ഈ റോഡിനോട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതാണ്ട് ഒരു 100 മീറ്ററോളം ഇത് ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ റോഡുള്ള സ്ഥലത്തേക്ക് ഈ കാറ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. കാറ് അല്പം കുറച്ചുകൂടി വ്യക്തമാകുന്ന രീതിയിൽ, കാണാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഇത് ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സ്വാഭാവികമായിട്ടും ക്രെയിനിന്റെ വലിയൊരു നാട്ടുകാരുടെ ഒരു വലിയ സംഘം തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മനുഷ്യ വിഭവശേഷിയൊക്കെ ഉപയോഗിച്ചും അല്ലാതെയൊക്കെയുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൊണ്ട് തന്നെ കൂടുതൽ ക്രെയിന്റെ ഒക്കെ സഹായത്തോടു കൂടി വൈകാതെ ഇത് ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള വലിയ ശ്രമമാണ് പ്രത്യേകിച്ച് നാട്ടുകാരും ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുലർച്ചെ തന്നെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ നാട്ടുകാരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു അതിനുശേഷവും തുടർച്ചയായി അവർ ഈ വിഷയത്തിൽ ഈ വാഹനം കരയ്ക്ക് കയറ്റാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ സാഹചര്യം. എന്തായാലും കുറുപ്പന്തറയിൽ ഈ അപകടം ഇതുണ്ടാക്കിയത് വലിയ മുന്നറിയിപ്പുകളാണ്. മഴക്കാലത്ത് നമ്മൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ വേനൽമഴയാണ്, ഇനിയും മഴ വരാനിരിക്കുകയുള്ളൂ. കേരളത്തിൽ വീണ്ടും ഒരു പ്രളയസമാന സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക പോലും പലരും പങ്കുവയ്ക്കുന്ന കാലമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പരിചിതമല്ലാത്ത ഇടങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഒപ്പം
മുൻകാലങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവാത്ത സ്ഥലങ്ങളിൽ പോലും വെള്ളക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രധാന റോഡുകളിൽ പോലും വലിയ വെള്ളക്കെട്ടുണ്ടായി അപകട സാധ്യതകൾ നിരവധി ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ചും പരിചിതമല്ലാത്ത റോഡുകൾ ഒഴിവാക്കുക തന്നെ എന്നതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന സാഹചര്യം. ശ്രീജിത്ത്, അവിടെ ഈ അധികൃതരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ അവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. സമീപത്ത് നിരവധി ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്, പ്രദേശവാസികളുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങളോ മറ്റോ അവിടെ എത്തി അത്തരത്തിലുള്ള സുരക്ഷയും ഈ വാഹനം കയറ്റാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഒരു പ്രാഥമികമായ സംഘം അവിടെ ഉണ്ട്. പക്ഷേ ഈ നാട്ടുകാരാണ് ഇത് കാര്യമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സും മറ്റും ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെയും സേവനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കയറ്റാനുള്ള ഒരു ശ്രമമായിരിക്കും ഇതിൽ നടത്തുക. കാരണം ഇത് അല്പം വാഹനം ഉയർത്തി ഈ വലിയ ഭാരമുള്ള വാഹനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിച്ചു നീക്കുന്നത് പോലെയുള്ള ഒരു കാര്യം തുടർന്ന് ഇത് ഉയർത്തി റോഡിലേക്ക് കയറ്റാൻ ഇപ്പോൾ മറ്റു സഹായം വേണം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സംഭവ സ്ഥലത്തുണ്ട്. പക്ഷേ ഈ വെള്ളത്തിലിറങ്ങി ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വൈകാതെ ഇത് കരയ്ക്ക് കയറ്റാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഹൈദരാബാദ് സ്വദേശികൾ അവരേതാണ്ട് മൂന്നാർ യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയാണ്. ഇതൊരു ഫലത്തിൽ ഇതൊരു ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോഴുള്ള ഒരു ഷോർട്ട് കട്ട് എന്ന നിലയിൽ പറയാവുന്ന ഒരു പ്രധാന മെയിൻ റോഡ് എന്ന് നമ്മൾ പറയുന്ന വഴിയല്ല ഇത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു നാട്ടുകാരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഒരു വളവുണ്ട്. വളവ് തിരിഞ്ഞ് പോകേണ്ടതിന് പകരം നേരെ വാഹനങ്ങൾ വന്നു പോകും. അങ്ങനെ നേരെ വാഹനങ്ങൾ വന്നു പോയി രാത്രിയൊക്കെ ആകുമ്പോൾ നേരെ ഈ പുഴയിലേക്ക് വീണു പോകുന്ന കാഴ്ചയാണ് അവിടെ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. പലതവണ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇങ്ങനെ പോകുന്ന വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പുള്ളത്, ഇത് വലിയൊരു അനാസ്ഥ ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അപകട സാധ്യത പലതവണ ഉണ്ടാകുമ്പോഴും അവിടെ അത് തിരുത്താൻ അല്ലെങ്കിൽ അവിടെ ഒരു മറ്റ് ബോർഡുകൾ വെച്ചുകൊണ്ട് അത് മാറ്റാനുള്ള ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. നേരത്തെ മോൻസ് ജോസഫ് MLA ഒക്കെ സംസാരിച്ചപ്പോൾ കേട്ടത് PWDയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ പല രാഷ്ട്രീയ തർക്കങ്ങളും പല കാര്യത്തിലും ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്തരം എതിർപ്പുകൾ കൂടി ഈ ഒരു നടപടി വൈകിപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ജീവൻ നഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഭാഗ്യം കൊണ്ട് മനുഷ്യർ രക്ഷപ്പെടുന്നു, തുടർച്ചയായി രക്ഷപ്പെടുന്നു. കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഒരു ഇന്നോവ ഇതിൽ വീണിരുന്നു എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇതൊരു തുടർച്ചയാണ്. തുടർച്ചയായി ഉണ്ടാകുമ്പോഴും അവിടെ ഒരു അനാസ്ഥ വരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സജിത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ്. എന്തായാലും പ്രേക്ഷകർ കാത്തിരിക്കുക. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഫോർഡ് എൻഡവർ എന്ന സാമാന്യം വലിപ്പമുള്ള ഒരു വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വാഹനത്തിന്റെ മുകൾ ഭാഗം, ആ ഡോർ മുകളിലേക്ക് തുറന്നു നിൽക്കുന്ന ആ ഭാഗം മാത്രമാണ്. അതിന്റെ താഴ്ഭാഗത്തേക്ക് കാറ് വെള്ളത്തിൽ താഴ്ന്നു കിടക്കുകയാണ്. ഈ കാണുന്നതാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. ഈ കാണുന്ന വാഹനമാണ് വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയിരിക്കുന്നത്. ആ വാഹനമാണ് ഇപ്പോൾ കെട്ടിവലിച്ചു കൊണ്ടുവരിക. ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ ഏകദേശം 100 മീറ്ററോളം ദൂരത്തിലേക്ക് ഈ വാഹനം ഒഴുകിപ്പോയിരുന്നു. ഈ വാഹനം ഇപ്പോൾ കടവിലേക്ക് കയറ് കെട്ടി വലിച്ചു കൊണ്ടുവന്ന് വരികയാണ് ചെയ്തത്. വലിച്ചു കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് അവിടെ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ ആ കാറ്, ഫോർഡ് എൻഡവർ കാറ് കെട്ടിവലിച്ചു കൊണ്ടുവരികയാണ്. ഒന്ന് ഓർത്തു നോക്കുക, എത്ര വലിയ ആഴത്തിലേക്കാണ് അത് പോയിട്ടുണ്ടാവുക എന്നത്. മഴ ഒന്ന് ശക്തിപ്പെട്ടതേ ഉള്ളൂ, പക്ഷേ വലിയ വെള്ളക്കെട്ടാണ് പലയിടങ്ങളിലും രൂപപ്പെടുന്നത്. അതാണ് ഇത്തരമൊരു അപകടത്തിന് ഇടവച്ചിരിക്കുന്നത് എന്നതാണ് ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യങ്ങൾ. ശ്രീജിത്ത്, നമുക്ക് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ നമ്മൾ കാണിക്കുകയാണ്. അതിൽ കൃത്യമാണ് ആ ഫോർഡ് എൻഡവർ എത്ര കണ്ട് താഴ്ചയിലേക്കാണ് പോയത് എന്നുള്ളതാണ്. ഈ വാഹനം വീണ ഉടൻ തന്നെ ആളുകൾ അവിടെ നിന്നും രക്ഷപ്പെടുകയാണോ ചെയ്തത്? ഒരു വലിയ അപകടം ഒഴിവായി എന്നുകൂടിയുണ്ടല്ലേ? തീർച്ചയായും സജിത്ത്, അതാണ് ഇതിന് ഏറ്റവും ആശ്വാസകരമായ ഒന്ന്. നമ്മൾ വീണ്ടും ഓർക്കുന്നത് കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ കോട്ടയത്ത് പാറേക്കാൽ ബൈപ്പാസിലുണ്ടായ അപകടമാണ്. അന്നും വെള്ളം പൊങ്ങിക്കിടക്കുന്ന സമയത്താണ്. അതായത് ഗൂഗിൾ മാപ്പ് വഴി സഞ്ചരിച്ച് വരുന്നു, എറണാകുളത്ത് നിന്ന് തിരുവല്ലയിലേക്ക് സഞ്ചരിച്ച് വരുന്ന കുടുംബമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അവർ സഞ്ചരിച്ച് വരുമ്പോൾ ഈ വളവ് തിരിയാതെ നേരെ തന്നെ ഒരു ചെറിയ റോഡിൽ കൂടി കയറി പോകുന്നു. ആ റോഡ് നേരെ അവസാനിക്കുന്ന ഒരു തോട്ടിലായിരുന്നു. അതായത് ആലപ്പുഴ കോട്ടയം കനാല്, അതായത് ബോട്ട് പോകുന്ന കനാലായിരുന്നു. അവിടെയാണ് പാറ
പാറശാലാണ് അന്ന് അപകടം ഉണ്ടായത്. അന്നൊരു കുഞ്ഞു കുട്ടി ഏതാണ്ട് 1 വയസ്സ് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ അപകടത്തിൽപ്പെട്ടിരുന്നു. പക്ഷെ അവരെല്ലാവരും രക്ഷപ്പെടുന്ന സാഹചര്യമായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിലൊക്കെ നാട്ടുകാരുടെ ഒരു ഇടപെടൽ വളരെ വലുതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നാട്ടുകാർ വളരെ പെട്ടെന്ന് ഇടപെടുകയും അവരാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ്. ഈ നാട്ടുകാരുടെ ഒരു ബോധം പോലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കില്ല എന്നത് വളരെ കൃത്യമായി ഇതിൽ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്ന് കൂടി പറയുകയാണ്. കാരണം ഇത്തരം തുടർച്ചയായ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് അവിടെ അപകടം ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ നാട്ടുകാരുടെ പണിയല്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് സർക്കാർ സംവിധാനങ്ങളാണ് ഇതിൽ ശ്രദ്ധ ചെലുത്തുകയും അതിൽ തുടർ നടപടികൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യേണ്ടത്. പക്ഷെ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ. ഇപ്പോൾ പാറേച്ചാലിൽ ഒരു തവണ മാത്രം ഉണ്ടായ സംഭവമാണ് അത്. വെള്ളപ്പൊക്ക സമയത്ത് യാത്ര ചെയ്യുമ്പോഴുള്ള നമുക്ക് വേണ്ട ഒരു ജാഗ്രത കുറവിന്റെ ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട് എന്ന് പറയാം. പക്ഷേ ഇവിടെ അതിനപ്പുറത്തേക്കുള്ള സംഭവങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആളുകൾക്ക് വഴിതെറ്റി പോകാൻ സാഹചര്യമുള്ള, അപകടത്തിലേക്ക് പോകാൻ സാഹചര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്ന് പലതവണ തെളിഞ്ഞ സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ചേരുന്നു ശ്രീ